Good morning. Welcome to Axonus Learning Online Classes. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2025 ഏപ്രിൽ ബാച്ചിൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിലെ പാർട്ട് എയിലെ ലാസ്റ്റ് സെക്ഷൻ ഇ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മുടെ ഓപ്ഷണൽ മൊഡ്യൂളായിരിക്കും ഈ ഒരു സെക്ഷനിൽ വരുന്നത്. നമ്മളിവിടെ സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ESP ഫോർ ഓഫീസ് യൂസ് എന്ന് പറയുന്ന ഓപ്ഷനാണ് കേട്ടോ. സോ അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ വൺ വേർഡ് ടൈപ്പ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റീഡ് ദ ക്വസ്റ്റ്യൻസ് കെയർഫുള്ളി ആൻഡ് ചൂസ് ദ സ്യൂട്ടബിൾ ആൻസേഴ്സ്. എന്താണ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അത് വായിച്ചിട്ട് ഏറ്റവും നല്ല ഓപ്ഷൻ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാനാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എ കൊളീഗ് ഗ്രീറ്റ്സ് യു വിത്ത് ഹേ ഹൗസ് ഇറ്റ്സ് ഗോയിങ് in a break room and you reply yeah great thanks bro, what type of relationship does this indicate? എന്താണ് അപ്പോൾ ഈ സിറ്റുവേഷൻ നമ്മൾ നന്നായിട്ട് അനലൈസ് ചെയ്യണം. ഇഫ് എ കൊളീഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഒരു കൊളീഗ് എന്താണ് ഒരുപാട് കാലമായിട്ട് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടോ, അതല്ല ഇപ്പോൾ പുതുതായിട്ട് ജോയിൻ ചെയ്താണോ, ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ. അപ്പോൾ നമ്മളെപ്പോഴും എന്താണ് ഒരുപാട് കാലമായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് ബേസിക്കായിട്ട് എങ്ങനെയായിരിക്കും? ഇൻഫോർമൽ ആയിരിക്കും. നമ്മളിപ്പോൾ പുതുതായിട്ട് കാണുന്ന ആളാണെങ്കിലോ കുറച്ച് ഫോർമലായിട്ടായിരിക്കും നമ്മൾ സംസാരിക്കുന്നത് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഇവർ സംസാരിക്കുന്നത്? ഹേയ് ഹൗസ് ഇറ്റ് ഗോയിങ്, എങ്ങനെ പോകുന്നു, കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു, ലൈഫ് എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ എന്താണ് ഇൻ ദ ബ്രേക്ക് റൂം. എവിടെ വെച്ചാൽ ചോദിക്കുന്നത്? ബ്രേക്ക് റൂമിലാണ് ആ ന്യൂ റിപ്ലൈ. അപ്പോൾ നിങ്ങൾ എന്താ റിപ്ലൈ ചെയ്യുന്നത്? ഗ്രേറ്റ് താങ്ക്സ് ബ്രോ എന്നാണ്. ബ്രോ എന്നൊക്കെയുള്ള ടേമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു കോൺവെർസേഷൻ വാട്ട് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ഡസ് ദിസ് ഇൻഡിക്കേറ്റ്, എങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഫോർമലാണോ, ഇൻഫോർമലാണോ, ന്യൂട്രൽ ആണോ, നൺ ഓഫ് ദീസ് ആണോ? അപ്പോൾ നമുക്കറിയാം, കാണുമ്പോൾ തന്നെ വായിക്കുമ്പോൾ തന്നെ അറിയാം, ഈസി ആയിട്ട് കിട്ടും. ഇതൊരു ഇൻഫോർമൽ റിലേഷൻഷിപ്പിനെയാണ് കാണിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പീപ്പിൾ യൂഷ്വലി യൂസ് ഷോർട്ട് ഫോംസ് വെൻ സെൻഡിങ് ഇമെയിൽസ്. നമ്മൾ പലപ്പോഴും ഷോർട്ട് ഫോംസ് യൂസ് ചെയ്യാറുണ്ട്. ഇമെയിൽസ് അയക്കുമ്പോൾ ഷോർട്ട് ഫോംസ് യൂസ് ചെയ്യാറുണ്ട്. അവിടെ കറക്റ്റായിട്ട് വരുന്ന ഷോർട്ട് ഫോം ഏതാ തന്നിട്ടുള്ളതെന്നാണ് നോക്കേണ്ടത് കേട്ടോ. എന്താണ് ASAP ഉണ്ട്, TBD ഉണ്ട്, KPI ഉണ്ട്, ദെൻ CC വരുന്നുണ്ട്. അപ്പോൾ ASAP എന്താ കൊടുത്തേക്കുന്നത്? ആസ് സ്ലോ ആസ് പോസിബിൾ ആണ്. ആ സൂൺ ആസ് പോസിബിളിന് പകരം ആ സ്ലോ ആസ് പോസിബിൾ ആണ് കൊടുത്തേക്കുന്നത്. അത് തെറ്റാണ്. ദെൻ TBD ടു ബി ഡിറ്റർമൈൻഡ്, അതെന്താണ്? അത് കറക്റ്റായിട്ട് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ദെൻ KPI ഉണ്ട്. ദെൻ CC കൺഫർമേഷൻ കോപ്പിക്ക് പകരം കാർബൺ കോപ്പിയാണ് ശരിക്കും വേണ്ടത്. അവിടെ കൺഫർമേഷൻ കോപ്പി എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കറക്റ്റ് എന്താണ് ഷോർട്ട് ഫോം, അതിൻ്റെ എന്താണ് ഫുൾ ഫോമും തന്നിട്ടുള്ളതിൽ കറക്റ്റ് എന്ന് പറയുന്നത് ടു ബി ഡിറ്റർമൈൻഡ് എന്നുള്ളതാണ് കേട്ടോ. അതാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഡ്യൂറിങ് ദ ഇൻ്റർവ്യൂ വാട്ട് ഷുഡ് യു ഡു വെൻ യു റിസീവ് എ ക്വസ്റ്റ്യൻ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ഇൻ്റർവ്യൂ ഫേസ് ചെയ്യണം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത്? ആദ്യത്തെ ഓപ്ഷൻ ആൻസർ ഇമ്മീഡിയറ്റ്ലി വിത്തൗട്ട് തിങ്കിങ്. ചോദ്യം കേട്ടപാടെ എന്ത് ചെയ്യുക? ചാടി കയറി ഉത്തരം പറയുക, ഒന്നും ആലോചിക്കാണ്ട് പെട്ടെന്ന് തന്നെ ഉത്തരം പറയുക. അല്ലെങ്കിൽ ടേക്ക് എ മൊമെൻറ്റ് ടു തിങ്ക് ബിഫോർ റെസ്പോണ്ടിങ്. നമ്മൾ ഒന്ന് ആലോചിച്ചിട്ട് അതിന് റെസ്പോണ്ട് ചെയ്യുക. അങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇഗ്നോർ ദ ക്വസ്റ്റ്യൻ. എന്ത് ചെയ്യുക? ഇഗ്നോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ മൈൻഡ് ചെയ്യാണ്ടിരിക്കുക. ആ ക്വസ്റ്റ്യൻ നമ്മൾ മൈൻഡ് ചെയ്യാണ്ടിരിക്കുക. അല്ലെങ്കിൽ എന്താണ് സേ സോറി ഐ ഡോണ്ട് നോ. ചോദ്യം എന്ത് കേട്ടാലും സോറി ഐ ഡോണ്ട് നോ എന്ന് റിപ്ലൈ കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും സ്യൂട്ടബിൾ അല്ലെങ്കിൽ എന്തായിരിക്കും നമ്മൾ ചെയ്യാന്നുള്ളതാണ്. കണ്ടാൽ തന്നെ അറിയാലോ, ടേക്ക് എ മൊമെൻറ്റ് ടു തിങ്ക് ബിഫോർ റെസ്പോണ്ടിങ്. നമുക്ക് എന്താണ് നമ്മൾ പഠിച്ചില്ലെങ്കിൽ കൂടി നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നമ്മൾ റെസ്പോണ്ട് ചെയ്യാണ് ചെയ്യേണ്ടത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് you have to write an email to Shivraj Travels asking them to book your air tickets for Mumbai and back. How should you conclude your email to Shivraj Travels? നിങ്ങളൊരു മെയിൽ അയക്കുകയാണ്, ശിവരാജ് ട്രാവൽസിലേക്കാണ് അയക്കുന്നത്. നിങ്ങളുടെ ഡിമാൻഡ് ആവശ്യം എന്താണ്? മുംബൈയിലേക്കും അവിടുന്ന് തിരിച്ചും ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാന്നുള്ള ആവശ്യത്തിലേക്കാണ് നിങ്ങൾ മെയിൽ അയക്കുന്നത്. സെലക്ട് അപ്രോപ്രിയേറ്റ് പോയിന്റ്സ് ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻ. അപ്പോൾ നമ്മൾ അതെങ്ങനെയായിരിക്കും കൺക്ലൂഡ് ചെയ്യുക, എങ്ങനെയായിരിക്കും ആ മെയിൽ അവസാനിപ്പിക്കുക എന്നുള്ള ഒരിതാണ് കൊടുക്കേണ്ടത്. ലൈൻ ഏതാണെന്ന് ചൂസ് ചെയ്യാണ് വേണ്ടത്. ആദ്യത്തെ ഓപ്ഷൻ പറയുന്നത് താങ്ക്സ് ആൻഡ് ഗുഡ് ലക്ക്. അപ്പോൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, അത് നമുക്ക് പറയേണ്ട ആവശ്യമില്ല അല്ലേ. ദെൻ അടുത്തത് ഐ ലുക്ക് ഫോർവേഡ് ടു യുവർ പ്രോംപ്റ്റ് റെസ്പോൺസ്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ റെസ്പോൺസ് പ്രതീക്ഷിക്കുന്നു.
എന്നാണ് പറയുന്നത്. അടുത്തത് സീ യു സൂൺ, എത്രയും പെട്ടെന്ന് കാണാമെന്ന് പറയുന്നുണ്ട്. അടുത്തത് താങ്കിങ് യു ഇൻ ആൻറ്റിസിപ്പേഷൻ, എന്താണ് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങൾ ചെയ്തു തരുന്ന സേവനത്തിന് ആദ്യം തന്നെ മുൻകൂട്ടി നന്ദി പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. ഒന്നും കൂടെ സ്യൂട്ടബിൾ താങ്കിങ് യു ഇൻ ആൻറ്റിസിപ്പേഷൻ എന്നുള്ളതാണ് കേട്ടോ. രണ്ടും ഓക്കെ ആണ്. നമുക്കിവിടെ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് കൊടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, യു ഹാവ് ടു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ഇൻ എ മീറ്റിംഗ്. നിങ്ങൾക്ക് ഒരു മീറ്റിങ്ങിൽ നിങ്ങളെ സ്വയം പരിചയപ്പെടുത്തണം. വിച്ച് എക്സ്പ്രഷൻ വിൽ യു യൂസ്? ചൂസ് ദ കറക്റ്റ് റെസ്പോൺസ്. നിങ്ങൾ ഏത് ഓപ്ഷനായിരിക്കും ഇവിടെ യൂസ് ചെയ്യുക? ഒരു മീറ്റിംഗ് ആണെന്ന് പറഞ്ഞു അല്ലേ. ഹലോ, മൈ നെയിം ഈസ് രാജ് മേത്ത. എന്താണ്, എൻ്റെ പേര്, ഹലോ എന്നുള്ള ടേമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊന്നുകൂടെ ഇൻഫോർമലായി. അതുപോലെ തന്നെയാണ് ഹായ് എന്ന് പറയുമ്പോഴും വരുന്നത്. ഹായ്, ഐ ആം രാജ് മേത്ത എന്ന് പറയുമ്പോഴും അതെന്തായി, ഇൻഫോർമലായിട്ടാണ് വരുന്നത്. ഗുഡ് മോർണിംഗ് മൈസെൽഫ് രാജ് മേത്ത ആൻഡ് ഗുഡ് മോർണിംഗ് ഐ ആം രാജ് മേത്ത. ഇതിലൊന്നും കൂടെ സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഗുഡ് മോർണിംഗ് ഐ ആം രാജ് മേത്ത എന്നുള്ളതാണ് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ ഒരു പാർട്ട് എയിൽ നോക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പാർട്ട് ബി ആണ്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.